ഒരു വുമൺ എംപവർമെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാല്ലേ. എങ്ങനെയായിരുന്നു ഒരു വുമൺ ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരുന്നത്? എങ്ങനെയായിരുന്നു ഷംന? 2011 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. അത് ഹസ്ബൻഡ് ഷാനവാസും ഒരു ഫാർമസിസ്റ്റ് ആണ്. നെട്ടൂര് തന്നെ ഫാർമസി ഉണ്ട്. 2013 ആയപ്പോൾ നമ്മുടെ ഫാർമസിനോട് ചേർന്ന് തന്നെ വേറൊരു ഷോപ്പ് ലാബ് തുടങ്ങാം എന്നുള്ള രീതിയിൽ അതും കൂടെ എടുത്തിട്ടു. പക്ഷെ എന്തുകൊണ്ടും എനിക്കിങ്ങനെ ഓരോ ഡിസൈൻസ് കാണുമ്പോൾ ഭയങ്കര പാഷനാണ്. ജ്വല്ലറി, അതുപോലെ ഡ്രസ്സ്, ഇതൊക്കെ ഇപ്പോഴും ഭയങ്കര പാഷനായിട്ടുള്ള കാര്യം. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞു, നമുക്കൊരു ജ്വല്ലറി തുടങ്ങിക്കൂടെ ചെറിയ രീതിയിൽ, ഈ ലാബിന് വേണ്ടി. അതെ അതെ, ചെറിയ രീതിയിൽ നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഇതുണ്ടാവുമല്ലോ അതിൻ്റെ ബാക്കിൽ, ഒരുപാട് ഇതാക്കി നമ്മളൊരു ചെറിയൊരു രീതിയിൽ ചെയ്തിട്ട് നമ്മൾ ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തു. എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ആദ്യത്തെ ഷോപ്പ്? ഏകദേശം ഒരു 100-150 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ചേർന്ന് തന്നെ ചെറിയൊരു ഷോപ്പ് തന്നെയായിരുന്നു. 2013 തുടങ്ങിയ നക്ഷത്ര ഇന്ന് നക്ഷത്രയുടെ ഒരു വളർച്ച നോക്കുകയാണെങ്കിൽ എവിടെ എത്തി നിൽക്കുന്നു? നക്ഷത്രക്ക് ഇപ്പൊ 20 ഷോപ്പുകളാണ്, 3 രാജ്യങ്ങളിലായിട്ടാണ്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് 4ാമത്തെ രാജ്യം ലണ്ടനിലേക്ക് ഏറ്റവും അടുത്ത് തന്നെ നക്ഷത്രം വരുന്നു എന്നുള്ളതാണ്. അടിപൊളി.